പാത്തിരിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വന്ന് കാട്ടി ഇങ്ങനെ കുഴച്ച് തിന്നാലും എനിക്ക് എന്ത് ഉഷാറാണെന്ന് അറിയാം. പറഞ്ഞ പണി വാൻ എന്തെങ്കിലും കേൾക്കണ്ടോ? മുടുങ്ങണമെന്നുള്ള ചിന്തയുള്ളൂ. റമള മാസാണെന്നുള്ള ബോധം എനിക്ക് ഒന്ന് കുളിച്ച് നിസ്കരിച്ചൂടെ? വന്നിരുന്നാ തുടങ്ങും. ഞാൻ പോകാം. ഞാൻ പറയണില്ല എനിക്ക് കുഴപ്പം. എന്തപ്പോ നല്ലൊരു മാസമായിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാട്ടാളം കെട്ടിയ മാതിരിണ്ട്. ഞാനിപ്പോ എന്താ ചെയ്ത്? ഞാൻ രണ്ട് നിസ്കരിക്കുമല്ലോ. നിസ്കരിക്കണ മാത്രല്ലേ എന്താപ്പ എന്റെ തലമുടിന്റെ കോലോ എന്ത് കുളിച്ചതാണ്? എന്താ അവിടെ പ്രശ്നം? കുറെ നേരമല്ല തുടങ്ങിട്ട്. ഓനക്ക് ഞാൻ പറഞ്ഞാ പറ്റൂല. ഓന്റെ മുടിന്റെയും മോന്തന്റെയും ഒക്കെ കോലം നോക്കാ. അത് പറഞ്ഞാ ഓനക്ക് മനസ്സിലാവില്ല. നല്ലൊരു മാസമായിട്ട് ഞാൻ ഇവനോട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ തിരൂർ ആലത്തൂർ പുതിയ ഷോപ്പ് തുടങ്ങിക്കുന്നത് എസ്കോ ബാർബർ ഉണ്ട്. ഇവന്റെ ഈ കോലയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ സുന്ദര കുട്ടപ്പനായി കൊടുത്തു. ഈ റംസാൻ പ്രമാണിച്ചിട്ട് ഒരുപാട് ഓഫറുകൾ അവരോട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഉമ്മാരെ കുട്ടി പോയിക്കാണ്ട് ഓന്റെ ഒപ്പം പോയിക്കാണ്ട് ഈ മുടി മുഖൊക്കെ ഒന്ന് പോയി നന്നാക്കിയാണ്ട് എന്നാണ്. ഷോപ്പിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ മനസ്സിലായി നല്ല പ്രീമിയം ആംബിയൻസിലാണ് അവരവിടെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളവിടെ ഹെയർ കട്ടിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ മുടിയൊക്കെ അവർ വാഷ് ചെയ്യും. ആംബിയൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല റേറ്റിലാന്ന് തോന്നും, പക്ഷേ നോർമൽ റേറ്റ് ആണ് കേട്ടോ എല്ലാത്തിനും ഈടാക്കുന്നത്. അവരുടെ ഫേഷ്യലിനായിട്ടൊക്കെ സെപ്പറേറ്റ് റൂം തന്നെ അവരോട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റും അവരവിടെ അവൈലബിൾ ആണ്. പിന്നെ അധികം ബ്യൂട്ടി പാർലറുകളൊന്നും ഇല്ലാത്ത മെനിക്യൂറും പെഡിക്യൂറും അവരവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഗ്രൂം മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ വെറും ഫേഷ്യലിന്റെ റേറ്റിലാണ് കേട്ടോ അവരോട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഏതായാലും അടിപൊളിയാവുന്നു. നമ്മളെ ഉമ്മാന്റെ അടുത്ത് ചീത്തയൊക്കെ കഴിച്ചില്ല. അപ്പൊ ഞങ്ങൾ സ്ഥലം മറക്കണ്ട. തിരൂരിൽ നിന്ന് വരുമ്പോൾ ആലത്തൂർ കഴിഞ്ഞ പാട് വില്ലേജ് പാർക്കിന് നേരെ മുകളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്.